റിയൽ ലൈഫിൽ അങ്ങനെ വെടിവെച്ചിട്ടുണ്ടോ? റിയൽ സമയത്ത് തോക്ക് പിടിച്ച് വെടിവെച്ചിട്ടില്ല. വെടിവെക്കേണ്ട അവസരങ്ങളിൽ ഈ തോക്ക് അന്വേഷിച്ചു പോലല്ലോ പണി. വെടിവെക്കാൻ പോണ സമയത്ത് ഉണ്ട തീർന്നു പോകുന്നു. ഇപ്പൊ തന്റെ അടുത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഇവളുടെ അടുത്ത് പെരുമാറുന്നത്. ആരും അറിയാത്തൊരു ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഉണ്ട്. അത് ചിലപ്പോ വലുതാവുകയും ചെറുതാവുകയും ചെയ്യാം. ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്ട് അഡൽട്ടറി. അതെന്തുകൊണ്ടാണ്? അതാരും സംസാരിക്കാറില്ല. ഇതിനെല്ലാം ഉള്ളിൽ വെച്ച് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിരിക്കും? ഒരു ദിവസം കൊണ്ട് പൊട്ടിത്തെറിക്കും. തനിക്ക് താല്പര്യമുണ്ടോ അങ്ങനെ സംസാരിക്കാൻ? ഇല്ല. ഞാനിപ്പോ ഇത് കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാണ് എത്ര നേരം. കമ്പി പോയപ്പോ സന്തോഷമാണ്. നല്ല ഭംഗിയുള്ള പല്ലുകൾ. ചിരിക്കാൻ പറ്റും. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എനിക്ക് ആഡ് ചെയ്യാൻ താല്പര്യമില്ല. പബ്ലിക്കലി ഐ ക്യാൻ ഗോ ഫോർ യൂറിൻ. നല്ല ഏജന്റ് എല്ലാവർക്കും. എങ്ങനെയുണ്ട് പെർഫോമൻസ്? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലോ. ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് എന്നിട്ട് ഇയാളുടെ കടിക്കണത്. തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? എത്ര തവണ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു, എല്ലാ ഇന്റർവ്യൂ ഇതാ ചോദിക്കാം. ഇപ്പൊ തനിക്ക് പല്ല് നേരെയാവണം, കമ്പി ഇടണം ഡോക്ടർ പറഞ്ഞു. കമ്പി ഇടുന്നത് നല്ലതല്ലേ പല്ല് നേരെ? പക്ഷെ അതിന് ബുദ്ധിമുട്ടില്ലേ? നല്ല ബുദ്ധിമുട്ടാ. ആ ബുദ്ധിമുട്ടില്ലാതെ നടക്കില്ലല്ലോ. ആ പല്ല് കമ്പി അങ്ങോട്ട് ഊരിയപ്പോഴാ, ആ കമ്പി അങ്ങോട്ട് പോയപ്പോഴാ, കമ്പി പോയപ്പോ സന്തോഷമാണ്. നല്ല ഭംഗിയുള്ള പല്ലുകൾ. ചിരിക്കാൻ പറ്റും. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അത് കുറച്ച് അഡൾട്ടറി കോമഡി. ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡൾട്ട് ആയിട്ടുള്ള ആളുകളായിട്ട് മാത്രമേ ഈ അഡൾട്ടറി കോമഡീസ് പറയുള്ളൂ. പിന്നെ അത് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതാ. കാരണം നമ്മുടെ കുറെ പ്രശ്നങ്ങൾ അതിലൂടെ മാറി. പക്ഷെ ചിലവർക്ക് തീരെ താല്പര്യമില്ലാത്തവരുണ്ട്, മൊബൈലിൽ നോക്കിയിരിക്കും. കേട്ടിട്ട് ഇപ്പൊ ഷൈൻ ചേട്ടനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂസിൽ കണ്ടുണ്ട്. ഒരുപാട് ഇന്റർവ്യൂസ് ഷൈൻ ചേട്ടൻ. എനിക്ക് സിനിമ ഒരു 70ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ടാവും. 100 സിനിമകൾ. അതിൽ കൂടുതൽ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സിനിമയ്ക്ക് 10-35 ഇന്റർവ്യൂ എടുക്കില്ലേ? അപ്പൊ ഒരു 3-4 സിനിമ കഴിയുമ്പോ തന്നെ എത്രയായി ഇന്റർവ്യൂ? ഒരുപാടായി. യെസ്. അപ്പൊ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ഷൈൻ ചേട്ടൻ ഇരുന്ന് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏത് ഇന്റർവ്യൂ? നമ്മളെല്ലാം ഒഴിച്ച് കണ്ട ഒരു ഇന്റർവ്യൂ ഇല്ലേ? ഏതാ? ഈ ഫോൺ എറിയുന്നുണ്ട്, എന്നിട്ട് അതിനെ പറ്റിയിട്ട് അതൊന്ന് കാണണം താൻ പറഞ്ഞില്ലേ? ഫോൺ എറിയണത്. എന്നിട്ട് നമ്മള് ഞാൻ അങ്ങനെ 3 പ്രാവശ്യം ഇട്ട് കാണിച്ചു പറഞ്ഞില്ലേ? അത് എന്നിട്ട് ടിവിയിൽ ഇട്ടിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അപ്പോൾ അതിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. വൈറൽ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. അന്ന് ഞാൻ എയറിലായിരുന്നു. ഏത്? ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക്. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഷൈൻ ചേട്ടനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം. എന്ത് കാര്യങ്ങൾ അറിയാം? ഞാൻ ഈ പറയുന്നതൊക്കെ നുണയാണ് കേട്ടോ. ശരി. ഒളിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ട് അതൊന്നും നുണയല്ല, എന്റെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സീക്രട്ട് ഈസ് നോട്ട് ലൈഫ്. ഷൈൻ ചേട്ടന് കുറച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. സത്യമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതിന് കൂടുതൽ ഞാൻ പറയേയില്ല. ഷൈൻ ചേട്ടൻ പേര് പറയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയില്ല കേട്ടോ. അതൊന്നും വേണ്ട. ഷൈൻ ചേട്ടന് ചെയ്യാൻ ആഗ്രഹമുള്ള, അതാണ് പറഞ്ഞ പേരൊന്നും ഞാൻ പറയില്ല, ചെയ്തു എന്ന് പറയാം. ഷൈൻ ചേട്ടന് ചെയ്യാൻ ആഗ്രഹമുള്ള പരസ്യം, ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ള പരസ്യം. ഓക്കെ. പബ്ലിക്കലി ഐ ക്യാൻ ഗോ ഫോർ യൂറിൻ. അതിന്റെ പരസ്യോ? അല്ല, പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രഹസ്യങ്ങളെന്നല്ല ചോദിച്ചത്. അതല്ല, ആഡ് ഉണ്ടല്ലോ. ആഡ് അത് പരസ്യമായിട്ട് ചെയ്യാനോ? നിങ്ങളെല്ലാവരും പരസ്യമായിട്ടല്ലേ ചെയ്യണേ? അതാണ് ഞാൻ പറഞ്ഞത്. പരസ്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിച്ചു അങ്ങനത്തെ ഒരു സംഭവമാണ്. താൻ കുറച്ചും കൂടി അഡൾട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും കളികളാവും പ്രതീക്ഷിച്ചു. ആഡ് ഷൈൻ ചേട്ടന് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആഡ്. എനിക്ക് ആഡ് ചെയ്യാൻ താല്പര്യമില്ല ശരിക്കും. ഒന്നാമത് ആക്ടേഴ്സ് ആഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ചെയ്യാൻ പറ്റിയൊരു ആഡ് ഉള്ളത് നമ്മുടെ മറ്റേ ആക്സ് ചോക്ലേറ്റ് സ്പ്രേയുടെ ഇല്ലേ? ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് പണ്ട് ഞാൻ ചോക്ലേറ്റ് ആണെന്നൊക്കെ വിശ്വസിച്ച സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇയാളുടെ കടിക്കണത് ചോക്ലേറ്റ് അടിക്കണം. അങ്ങനത്തെ ഒക്കെ പരസ്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ.
അങ്ങനെ വല്ല ഓഫറുകൾ വന്നിട്ടുണ്ടോ ഇല്ല. എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല ഷൈൻ ചേട്ടനോട് ചോദിക്കുന്നത്. അല്ല, എന്തെങ്കിലും റെഫർ ചെയ്യണേ. ഓക്കെ, ഷൈൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്ട്? അഡൽട്ടറി. അതെന്തുകൊണ്ടാ? അതാരും സംസാരിക്കാറില്ല. അതുകൊണ്ടാണ്. ആരും സംസാരിക്കാൻ കിട്ടാറില്ല. പൊതുവെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ആളുകൾ ആ രീതിയിൽ നല്ല രീതിയിൽ എടുക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, മോശമായിട്ട് എടുക്കുന്നു തോന്നുന്നു. എന്തുകൊണ്ടാ? അവർക്കറിയില്ല അത് നല്ലതാണെന്ന്. രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ നമ്മളത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഓപ്പൺ ആവാൻ നമുക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് അഡൽട്ടറി ടോക്സ്. ഒരു വ്യക്തിക്ക് കൂടുതൽ ആളുകളുടെ മുന്നിൽ എക്സ്പോസ് ആവാൻ അല്ലെങ്കിൽ ഓപ്പൺ ആവാൻ സഹായിക്കുന്ന ടോക്സ് ആണ് ആക്ച്വലി അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഓപ്പൺ ആവാതെ നമുക്ക് ഒരിക്കലും അത് സംസാരിക്കാൻ പറ്റുകയുമില്ല. അത് എൻജോയ് ചെയ്യാനും പറ്റില്ല. ചില വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കണം പോണത്. ദേ ആർ വെരി ഇൻട്രോവേർട്ടഡ് ആൻഡ് ഉള്ളിലേക്ക് വളരെ സംഗീതമായി ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. മനസ്സിലായ? അവർക്ക് കാര്യങ്ങളൊന്നും ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല, അതിനെ രസകരമാക്കാനും പറ്റില്ല. അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കസിൻസിന്റെ ഇടയിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന കസിൻസിന്റെ കൂടെ ഇരിക്കാൻ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, അല്ലേ? ഡേറ്റി കസിൻസ് എന്ന് പറയില്ലേ, അല്ലേ? എല്ലാ കൂട്ടുകാരുടെ അടുത്തും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതിനെ മോശമായിട്ട് കാണുന്നത് കൊണ്ടാണ് എല്ലാത്തിനെയും. അത് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മാറിക്കിട്ടും. അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇത് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഇതിനെല്ലാം ഉള്ളിൽ വെച്ച് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിരിക്കും? ഒരു ദിവസം കൊണ്ട് പൊട്ടിത്തെറിയും. തനിക്ക് താല്പര്യമുണ്ടോ അങ്ങനെ സംസാരിക്കാൻ? ഞാനിപ്പോ ഇത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാണ് അത്ര നേരം. തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? എത്ര തവണ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു, എല്ലാ ഇന്റർവ്യൂ ഇതാ ചോദിക്കാ. ഇല്ലാന്നാണ് പറയണത്. ഉണ്ടെന്നായപ്പോ ആരാണിതില്? ഇവിടെ ആരില്ല. അതാരാ? അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ട. ആർക്ക് വേണം? നിങ്ങൾ രണ്ടുപേരായിട്ടാണോ? ബെസ്റ്റീസ് ആണോ ഉദ്ദേശിക്കുന്നത്, ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട്. ബെസ്റ്റീസ് ആരൊക്കെയാ? എനിക്ക് ബെസ്റ്റീസ് ഇല്ല. അപ്പോ കൊളീഗ്സ് അല്ലേ? ഇതോ കാണാൻ നല്ല ഏജ് ഉണ്ട് എല്ലാവർക്കും. എങ്ങനെയുണ്ട് പെർഫോമൻസ്? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലോ ഇവള് പോണോ? ആരൊക്കെ? അതെങ്ങനെ എനക്കറിയാ? അത് വെച്ചിട്ട് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ? താൻ അവനെക്കാട്ട് കുഞ്ഞല്ലേ? അപ്പൊ ഇവളാ? ഇവൾക്ക് ഏജ് ഇവനെ കാട്ടുവാ? ഇതൊക്കെ ഇളയ കുട്ടികളാ. എനിക്ക് 25 വയസ്സായി ചേട്ടാ. 25, 22 ഒരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആണോ? ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പല കൂട്ടുകാർക്കും ചെറിയ കുട്ടികളെ ഇഷ്ടം, ചില ആൺകുട്ടികളെ പ്രായത്തിന് താഴെ. ഷൈൻ ചേട്ടൻ സിംഗിൾ ആണ്, അപ്പൊ ആരെയും മിംഗിളാക്കാൻ സമ്മതിക്കരുത് ഷൈൻ ചേട്ടൻ. ആരെ മിംഗിളാക്കാൻ? ആൺപിള്ളേരായിട്ട് അങ്ങനെ അങ്ങനത്തെ പരിപാടികളില്ല. ഉദ്ദേശിച്ചില്ല. പിന്നെ താനും അങ്ങനെ മിംഗിളാവണ്ടെന്ന് പറഞ്ഞേ. ഓക്കെ, എല്ലാം വായിച്ചോളാം. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ അവൻ റിലേറ്റഡ് ആണ്. അയ്യോ, കുറച്ച് മോഡേൺ ചിന്താഗതി ഉള്ള ഒരാളാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പണായി സംസാരിക്കണേ. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് അവന് പറയുള്ളൂ. ഈ ട്രെയിലറിലെ ഈ തോക്കൊക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വെടിവെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ വെടിവെച്ചിട്ടുണ്ടോ? റിയൽ സമയത്ത് തോക്ക് പിടിച്ച് വെടിവെച്ചിട്ടില്ല. തോക്ക് എവിടെ കിട്ടണ? റിയൽ ലൈഫ് എത്രയോ ആക്ടേഴ്സ് ഹിന്ദിയിലൊക്കെയാണല്ലേ. റിയൽ തോക്കാ? ഇവിടെ ഏത് ആക്ടേഴ്സിന്റെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടില്ലേ, ഒരു ലേഡി വെടിവെച്ചത്? ഇവിടെയുള്ള ഏത് ആക്ടറിന്റെ അടുത്ത തോക്കുള്ളു? അല്ല, ആക്ടർ എന്നല്ല, നോർമൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇവിടെയാ? എല്ലാവരുടെ കയ്യിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടില്ലേ തിരുവനന്തപുരത്ത്? ഇവിടെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലൊന്നും ഞാൻ തോക്ക് കണ്ടിട്ടില്ല. പിന്നെ അങ്ങനത്തെ വെടിവെക്കേണ്ട അവസരങ്ങളിൽ ഈ തോക്ക് അന്വേഷിച്ചു പോലല്ലോ പണി.
എന്റെ കർത്താവേ. ഷൈൻ ചേട്ടന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താ ഷൈൻ ചേട്ടാ? ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം? വെടി വെക്കാൻ പോണ സമയത്ത് ഉണ്ട തീർന്നു പോകുന്നു. എല്ലാം ഒരാള് വെടി വെക്കാനായിട്ട് എല്ലാം വേറെ രീതിയിലേ ചിന്തിക്കുന്നത്. ഇത് എനിക്ക് മനസ്സിലാവില്ല ഇവര് എന്തിനാ ചിരിക്കണല്ലേ? കിടന്നൊക്കെ ചിരിക്കണം. ഇവിടുത്തെ പ്രശ്നം കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കാലമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുന്നു. ശരിയാട്ടോ. അവരത് ഉള്ളിൽ കേറ്റാനേ നോക്കില്ല അല്ലേ? അങ്ങനെ ഒരു സംഭവം നടന്ന പോലെ ശരിക്കും അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഷൈൻ ചേട്ടാ? കണ്ണീരൊക്കെ തുടക്കം. ഞാൻ വെടി വെക്കാൻ പോയിട്ട് ഉണ്ടയില്ലാത്ത അവസ്ഥ ഓക്കെ ഷൈൻ ചേട്ടാ, അമ്പി, റെമോ, അന്യൻ ഇതില് ഏതാണ് സത്യത്തില് ഷൈൻ ചേട്ടൻ? ഞാൻ ഇതില് മൂന്നിലും പെടില്ല, ഇതിലും കൂടുതൽ വരും. കൂടുതല് ഒരു 41 വ്യത്യാസങ്ങളെ ഉണ്ടാവും ചുരുങ്ങിയത്. 41 ആയില്ലിപ്പോ 41 സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും എനിക്ക്, വ്യത്യസ്തമായ സ്വഭാവം. ഇപ്പൊ തന്റെ അടുത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഇവളുടെ അടുത്ത് പെരുമാറുന്നതേ. ഇവളുടെ അടുത്ത് കുറച്ച് അതേപോലെ ആയിരിക്കില്ല ഞാൻ പുള്ളിയുടെ അടുത്ത് പെരുമാറുന്നത്. 9 സുന്ദരിമാരും അതുപോലെ ആയിരിക്കില്ല ഞാൻ ഇവന്റെ അടുത്ത് പെരുമാറുന്നത്. ഇവന് കയ്യും കലാശം കാണിക്കുന്ന ഇവന്റെ അടുത്ത് പെരുമാറുന്നത് അങ്ങനെ. ഇവന്റെ അടുത്ത് എനിക്ക് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നാലും കരഞ്ഞത്. ആരും അറിയാത്തൊരു ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഉണ്ട്. അത് ചിലപ്പോ വലുതാവുകയും ചെറുതാവുകയും ചെയ്യാം. അല്ല അതിന്റെ വ്യാപ്തി കണ്ണാ ഹിഡനാ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന ഈ കണ്ണാ. അതിന് കണ്ണ് ചില വ്യത്യാസം സംഭവിക്കാവുന്നതാണ് അക്ഷരങ്ങളിൽ. പക്ഷെ എല്ലാവരുടെയും കണ്ണ് അങ്ങോട്ടാണ്. ദിസ് ഓൾ അമേരിക്കൻ പൈ എന്ന് പറയുന്ന പടത്തില് ഭയങ്കര ഹിറ്റായിട്ടുള്ള പടം. കണ്ടിട്ടുണ്ടോ അമേരിക്കൻ പൈ? തിന്നുണ്ടെന്നൊന്നും പറയരുത്. പെട്ടിയിൽ വാങ്ങിക്കുന്ന ക്രീം കേക്ക് അതല്ല. സിനിമ കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് ലൈക്ക് അഡൾട്ടറി കോമഡിയാണ്. ഡയറക്റ്റ്ലി കാണിക്കും, പക്ഷെ അത് നമ്മളെ എഫക്ട് ചെയ്യില്ല, വൾഗാരിറ്റി ഇല്ല. പണ്ട് ഈ കോമഡി സിനിമകൾ ഇപ്പൊ ദിലീപേട്ടനാണ് നമ്മുടെ ഒരുപാട് കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അവൻ അത്രയും നേരം കണ്ടോണ്ടിരിക്കല്ലോ അല്ലേ ഇവളെ? എന്താണ് ആപ്പിൾ ഫോൺ എവിടെ വെച്ചിരിക്കണം ചേട്ടാ? ഇപ്പൊ ഈ കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ ചെയ്യുന്നത് ദിലീപേട്ടനാണല്ലോ. അദ്ദേഹം ഒരുപാട് നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സിനിമകൾ വരുമ്പം നമുക്ക് അത്ര ചിരി വരുന്നില്ല, പഴയ കോമഡിയാണ് തുടങ്ങി ഒരുപാട് കമന്റ്സുകൾ വരാറുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താ ചേട്ടന് പറയാനുള്ളത്? ദിലീപേട്ടന്റെ പഴയ സിനിമകളിലും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാത്ത സിനിമകളുണ്ട്. അത് സിനിമകൾ എന്റർടൈൻ ആവാത്തത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായ? സിനിമ എന്റർടൈനിങ് ആണെങ്കിൽ ആ സിനിമ ആളുകൾ കയറി കാണുകയും അവര് അത് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. എപ്പോഴും അത് സംഭവിക്കില്ല. അത് ഒരു വ്യക്തിയുടെ ഈ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളും കൊണ്ടല്ല പടം വിജയിക്കുന്നത്. പടങ്ങൾ വിജയിക്കുന്നത് പടങ്ങൾ ആളുകൾക്ക് എന്റർടൈൻ ആവുന്നത് കൊണ്ട് മാത്രമാണ്. അവരെ യാതൊരു രീതിയിലും എന്റർടൈൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ പടങ്ങൾ വിജയിക്കില്ല. ചില പടങ്ങൾ എന്റർടൈനിങ് ആവും, ചിലപ്പോൾ അത് ഇറങ്ങുന്ന സമയത്തായിരിക്കില്ല, ഒരു പക്ഷെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ചില സമയങ്ങളിൽ സമയം തെറ്റി ഇറങ്ങുന്ന ചിത്രങ്ങളുമുണ്ട്. ആളുകൾക്ക് സിനിമയിലേക്ക് തീരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ഇറങ്ങുന്ന ചിത്രങ്ങളും ചിലപ്പോൾ വിജയിക്കാതെ പോകും. പിന്നീട് അത് കാണുമ്പോൾ നമുക്ക് പിന്നെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ വിജയിക്കാത്ത പല ചിത്രങ്ങളും ടി വിയിൽ ഇരുന്ന് കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും. കാരണം അവരുടെ സൗകര്യത്തിനനുസരിച്ച് അപ്പോഴും ഇപ്പോഴും തലങ്ങും വിലങ്ങും വാലും മൂടൊക്കെ ആയിട്ടാണ് അത് കാണുന്നത്. അവർക്ക് അതിലൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. തിയേറ്ററിൽ നമ്മൾ വന്നിരുന്ന് അതിനു വേണ്ടി 2 മണിക്കൂർ തുടർച്ചയായിരുന്നു കാണുന്ന സംഭവത്തിന് നമ്മൾ എപ്പോഴും എന്താണ് ശ്രമിക്കുക? അതിനെ വിലയിരുത്താൻ ശ്രമിക്കും.
അത് കാണുന്ന ഓരോ സെക്കൻഡും അല്ലേ? അപ്പൊ ആ വിലയിരുത്തലും അനലൈസിങ്ങും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇതിനൊരു അഭിപ്രായം പറയണം, അല്ലെങ്കിൽ ഇതിന്, അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയി വരാത്തത്. അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് കാണുന്ന സമയത്ത് ചില സമയങ്ങളിൽ അത് വർക്കാവും. ഇതൊന്നും പടങ്ങൾ ചെയ്യുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. എല്ലാവരും പടം ഹിറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ആളുകളെ രസിപ്പിക്കാൻ. എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ പൊട്ടാതെ കിട്ടൂല എന്ന് പറഞ്ഞില്ലേ? ഷൈൻചേട്ടൻ്റെ സിനിമകൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഗദാമ. അതിലിപ്പോൾ മേക്ക് ഓവർ ആയാലും പെർഫോമൻസ് ആയാലും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതുപോലെ ഒരു മേക്ക് ഓവറിൽ ഷൈൻചേട്ടനെ കാണാൻ പറ്റില്ല. അത് ഞാൻ 1.5 വർഷം മുടി വെട്ടാതെ വളർത്തിയ മുടിയാണത്. ഇപ്പൊ എനിക്ക് ഒറിജിനൽ ഹെയർ ആയിരുന്നു അത്. അല്ല, പിന്നെ അതിന്റെ ഹെയർ ഒറിജിനൽ അല്ലേ? അത് ഒറിജിനലായിട്ട് മുടി എൻ്റെ വളർത്തിയത്. അങ്ങനെ പനംകൊല പോലെ കിടക്കുന്നുണ്ട്, ചുരുണ്ടി ഉരുണ്ടിട്ട്. ഒന്ന് 1 കൊല്ലത്തോളം മുടി വെട്ടാതെ ഉണ്ടായതാണത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലുക്കിലെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. നമ്മുടെ ഷൂട്ട് കഴിയുന്നത് വരെ. ആ ഷൂട്ട് കഴിഞ്ഞ പിറ്റേ ദിവസം അടുത്ത പടം നടക്കില്ലേ? അപ്പൊ ആ അതേ ഷേപ്പിൽ തന്നെ ആയിരിക്കില്ല അടുത്ത പടത്തിലും കണ്ടിന്യൂറ്റി. അപ്പൊ ഈ 1 വർഷം മുടി വളർത്തി അഭിനയിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര പ്രാകൃതമായ വേഷത്തിൽ കാണാനാണോ എന്റെ ആഗ്രഹം? താൻ ഏത് വർഷം ജനിച്ചത്? 1999. 99 എന്ന് പറയുമ്പോ തനിക്ക് ഇപ്പൊ 26 വയസ്സല്ലേ? 25 വയസ്സ് കൂട്ടല്ലേ? 2000, 24, 25 ജനുവരിയില്ല ഫസ്റ്റ് മന്ത് അല്ലേ? 25 വയസ്സ്. ഞാൻ 2002 ഇത് ചെയ്യുന്നത്. അല്ല, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഗദ്ദാമ 2011. ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത് ഗദ്ദാമ. അപ്പൊ അതുപോലത്തെ വേഷങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകർ. അപ്പൊ തനിക്ക് അന്ന് എത്ര പ്രായം ഉണ്ടാവും ഗദ്ദാമ റിലീസ് ആവുന്ന സമയത്ത്? താൻ അന്ന് തന്നെ കണ്ടിട്ടുണ്ടോ? അല്ല, ഇപ്പൊ മീൻസ് നമുക്ക് ഫോണിലൂടെ താൻ മൂവീസിലൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് കാണാൻ തുടങ്ങി? അല്ല, ടിവിയിലൊക്കെ വരുമ്പോ കാണാം. അല്ല, അന്ന് കണ്ടിട്ടില്ലല്ലോ. അന്ന് അങ്ങനത്തെ പടം തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി വരാൻ ചാൻസ് ഇല്ലേ? അതാണ് ഞാൻ വർഷം ചോദിച്ചത്. അതെ. അപ്പൊ നമ്മുടെ താൻ ടി വിയിൽ ഇട്ടിട്ടാണ് കണ്ടത്? ആ, ടിവിയില്. അപ്പൊ താനാര എന്ന സിനിമ തിയേറ്ററില് താനാര എന്ന സിനിമ നമ്മുടെ തിയേറ്ററിൽ റിലീസിന് ഒരു കണ്ണൂരല്ലേ? ആ, കണ്ണൂരാണ്. അപ്പൊ എന്തായാലും തിയേറ്ററില് സിനിമ എത്തുകയാണ്. തന്നെയല്ല നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ആരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷൈൻചേട്ടാ, സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവിധ ആശംസകളും നേരാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ഞാനുണ്ടാവും. എവിടെ? തിയേറ്ററില്. ഏത് തിയേറ്ററില്? വനിതാ വിനിത ആയിരിക്കുമല്ലോ. ആണോ? നിങ്ങൾ പടക്കണം വനിതാ വിനിതയിലാണോ? ഷെടാന്ന് പുള്ളിനെ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആരാ ഉണ്ടാവുക? താങ്ക് യു ഷൈൻചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.